കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ, പ്ലേ സ്റ്റോറിലായിക്കോട്ടെ, നോക്കുകയാണെങ്കിൽ പല ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പല സർവീസസ് നമുക്ക് നൽകുന്ന കുറേ ആപ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എത്ര എണ്ണം നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻസിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാറില്ല. അപ്പോൾ മില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസിൽ നിന്ന് ചില കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻസ് ശരിക്കും നിങ്ങളുടെ ഫോണിന് ആവശ്യമില്ല. അത് ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സ് ആണെങ്കിലും ശരി, ഇനി iOS യൂസേഴ്സ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ചില കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇത്തരം ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസിനൊക്കെ ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ iOSലും ആൻഡ്രോയിഡിലും ഒക്കെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ കളർഫുൾ ആക്കുക, അങ്ങനെയുള്ള ഫീച്ചേഴ്സിനൊക്കെയാണ് നമ്മൾ പുറമെ തേർഡ് പാർട്ടി ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് നോക്കുന്നത്. ശരിക്കും പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് എന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് കുറേ ആൾക്കാർ ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രിഫർ ചെയ്യുന്നു, അത്രയും പേർ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യം നോക്കിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എന്തൊക്കെ പെർമിഷൻസ് നമ്മുടെ അടുത്തുനിന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ആപ്ലിക്കേഷൻസ് ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻബിൽഡ് ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ കറൻ്റ് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻസും പ്രൈവസി സെറ്റിങ്സും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ കോൾ ഹിസ്റ്ററി, അങ്ങനെ കുറേ കാര്യങ്ങൾ ലിങ്ക് ആയിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ പുറകിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന് ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആൻറ്റി വൈറസ് ആണ്. ആൻറ്റി വൈറസ് എന്ന പേരിൽ കുറേ ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിലും iOSലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ബേസിക്കലി iOS ഫോണിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അത്രയും സെക്യൂരിറ്റി റീസൺസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഫോൺസ് ആണ് ആപ്പിൾസ്. ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ ഫോണിനെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പാണ്. അതിൻ്റെ കാരണം സെക്യൂരിറ്റി സൈഡ് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ രണ്ട് തരം യൂസേഴ്സിന് ശരിക്കും ആൻറ്റി വൈറസിൻ്റെ ആവശ്യമില്ല. ഒന്ന്, നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ. രണ്ടാമത്തേത്, നിങ്ങളിപ്പോൾ കറൻ്റ്ലി അല്ലെങ്കിൽ പൊതുവേ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് സൈഡ് ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലും ശരിക്കും ആൻറ്റി വൈറസ് ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൻറ്റി വൈറസ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ക്ലീൻ മാസ്റ്റർ, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റാം ഫ്രീ ആക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ ഒരു ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇത് നമ്മുടെ സ്പേസ് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് അപഹരിക്കുന്നതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി റീസൺ പറഞ്ഞു വരുന്ന ഇത് വലിയ സെക്യൂരിറ്റി പ്രൈവസി സെറ്റിങ്സ് കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. പിന്നെയുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചോർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസിൻ്റെ ആവശ്യം നമ്മുടെ ഫോണിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കീബോർഡ് ആപ്ലിക്കേഷൻസ് ആണ്. ബെസ്റ്റ് കീബോർഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനീസിൻ്റെ കീബോർഡിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കീബോർഡിൽ നമ്മൾ നമ്മുടെ പാസ്വേഡ്സ്, പിൻ നമ്പേഴ്സ്, അതേപോലെ പേഴ്സണൽ നമുക്ക് പ്രിയപ്പെട്ടവർക്കുള്ള മെസ്സേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇൻ കേസ് ഇതിൻ്റെ ഡാറ്റാബേസ് സെർവർ അത്ര സെക്യൂർ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാക്കർ കയറുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർക്ക് ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പാസ്വേഡും പിൻ നമ്പറും അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതുപോലെ പോവുകയാണെങ്കിൽ വലിയൊരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. പേഴ്സണലി നമ്മൾ അയച്ച ചാറ്റ് അതൊക്കെ തന്നെ സെർവറിൽ സൂക്ഷിച്ച് വെച്ച കാര്യം ഔട്ടായിട്ടുള്ള ഉള്ള കാര്യം എന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ ശരിക്കും ആവശ്യമില്ല. നമ്മൾ തേർഡ് പാർട്ടി കീബോർഡ്സ് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കീബോർഡിൽ ഒരു വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ടൈപ്പിംഗ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ്, കുറച്ചുകൂടി അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ഇൻബിൽഡായിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ബെറ്റർ നമ്മൾ ആ കീബോർഡ് വെച്ച് സാറ്റിസ്ഫൈ ആവുന്നതാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് അവർ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഡാറ്റാസ് ഇൻഫർമേഷൻസ് എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നാലാമത്തെ കൈൻഡ് ഓഫ് കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രീ ഗെയിംസ് ആണ്. ഗെയിംസ് ഇപ്പോൾ കുട്ടികളാണെങ്കിലും ശരി, യങ്സ്റ്റേഴ്സ് ആണെങ്കിലും വലിയ ആൾക്കാരൊക്കെ തന്നെ ഫ്രീ ഗെയിംസ് കളിക്കാറുണ്ട്. ഇപ്പം ആംഗ്രി ബേർഡ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ഗെയിംസിൻ്റെയും പേരും അതെങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ ക്രേസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത്തരം ഫ്രീ ഗെയിംസ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് അവർ പണം തട്ടുന്നത്. ഒന്നുകിൽ നമ്മളെടുത്ത് പേയ്മെൻറ്റ് ചോദിക്കും,
പ്രീമിയം ആവുക അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇല്ല എങ്കിൽ അവർ നമ്മുടെ ഫോണിൽ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അവർ പണം എടുക്കുകയാണ് ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ പ്രൈവസി, നമ്മുടെ സീക്രട്ട് കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഡാറ്റയാണ് അവരെടുത്ത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് സെയിൽ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ഗെയിമിന്നൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസിന് വേണ്ട ക്യാഷ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബെറ്റർ എന്ന് പറയുന്നത് ഫ്രീ ഗെയിംസ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫൈനലി പറയാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ലോയാലിറ്റി ആപ്ലിക്കേഷൻസ് ആണ്. അതായത് കുറേ ബ്രാഞ്ചസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിഗ് ബസാർ അല്ലെങ്കിൽ കോഫി ഷോപ്പ്, ഇതുപോലെ വളരെ വിവാദമായിട്ടുള്ളൊരു സംഭവം ഒരു കോഫി ഷോപ്പിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ്. ഓൺലൈനിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ബ്രാഞ്ചസ് ആയിട്ടുള്ള ക്ലബ്ബ്, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഓരോ ആപ്ലിക്കേഷൻസ് ഇറക്കും. ഇത്തരം ആപ്ലിക്കേഷൻസ് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട്, ബോണസ്, അതുപോലെ ചില കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രിഫറൻസസ്, അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒക്കെ പേരിൽ പല ആപ്ലിക്കേഷൻസും ചില കമ്പനീസ് ഇറക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ലോയാലിറ്റി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ എങ്ങനെയായിരിക്കും വെറുതെ ഫ്രീ തരും അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫീൻ്റെ പേരിൽ പ്രധാനമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഈ ആപ്ലിക്കേഷൻസായിട്ട് ലിങ്കാണ്. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ബാലൻസ്, നമ്മുടെ പിൻ നമ്പർ, നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഇൻഫർമേഷൻ തന്നെ നമുക്ക് റോൾ ഔട്ടായി വരും. അതുകൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മളെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹാക്കർ കയറുകയാണെങ്കിൽ അത്രയും കാര്യമുള്ളൂ, നമ്മുടെ പണം നഷ്ടപ്പെടാനും ഒക്കെ ഇതൊരു റീസണായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം ലോയാലിറ്റി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആപ്ലിക്കേഷനായിട്ട് കുറേ എണ്ണം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ ആപ്ലിക്കേഷൻസ് ഒന്നും ആക്ച്വലി ഫ്രീ അല്ല. അവർ രണ്ട് രീതിയിലാണ് പണം തട്ടുന്നത്. ഒന്നുകിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിലൂടെ അഡ്വർടൈസേഴ്സാണ് അവർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. രണ്ടാമത് അവർ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ നമ്മുടെ പണം വലിക്കുന്നത്. ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഫ്രീ ആപ്ലിക്കേഷൻസ് ഒന്നും ശരിക്കും ഫ്രീ അല്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് 5 കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയൊക്കെ കുറേ എണ്ണം പറഞ്ഞു. ഇത് കൂടാതെ ചില വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് തിങ് നിങ്ങളുടെ ഫോണിന് ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തത് ഫ്രീ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡാറ്റാസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എനിവേയ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ടെക് മലയാളത്തിലൂടെ കാണാം. അതുവരെ ബൈ.